जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്. അതിൽ ശ്രീല പ്രഭുപാദ് ബോംബെയിലുണ്ടായിരുന്ന സമയമാണ്. അപ്പം 1977 മാർച്ച് സമയമാണ്. അപ്പം പ്രഭുപാദ് ആ സമയത്ത് കൂടുതലും ഒരു സോളിറ്റ്യൂഡിൽ ഇരിക്കുമായിരുന്നു. അതായത് പ്രഭുപാദ് അധികം കാര്യങ്ങൾ ചെയ്യുന്നില്ലായിരുന്നു. എവിടെയെങ്കിലും കുറച്ച് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് തീരെ ആരോഗ്യം വളരെ ഇതായിട്ടിരിക്കുന്ന ഒരവസ്ഥ. എന്തെങ്കിലും കുറച്ച് ഭക്ഷണം കഴിക്കും, ഇരിക്കും. ഡിക്റ്റേഷനൊന്നും അധികം പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു സന്ദർഭം. അപ്പം ബോംബെ ടെമ്പിളിന്റെ ഇൻചാർജ് അപ്പം ഗിരിരാജ് മഹാരാജായിരുന്നു. അപ്പം മഹാരാജിന്റെ ഒരു ആഗ്രഹം, പ്രഭുപാദിന് ഈ നല്ല വലിയൊരു ക്വാർട്ടേഴ്സും ഇതൊക്കെ ഉണ്ട്. അപ്പൊ പ്രഭുപാദ് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വേൾഡിലെ വലിയ വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെ വരുമ്പം അവരുമായിട്ട്, ഈ ബോംബെയിൽ എല്ലാവരും വരുമല്ലോ, അപ്പം അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യും എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷെ പ്രഭുപാദ് അധികം ആൾക്കാരെ കാണുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ സോളിറ്റ്യൂഡിൽ ഇരിക്കുകയായിരുന്നു. അപ്പം പ്രഭുപാദ് ആദ്യം ഈ ഗിരിരാജ് മഹാരാജ് പറഞ്ഞിട്ട് രജ്ജ എന്ന് പറഞ്ഞൊരു MP കണ്ടിരുന്നു. അത് അന്നത്തെ ജനതാ ഗവൺമെന്റാണ്. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് പോയി ജനതാ ഗവൺമെന്റ് വന്നു. അപ്പൊ ആ സമയത്ത് അതിലെ പ്രധാനിയായിരുന്നു രജ്ജ. അദ്ദേഹത്തിനെ കണ്ടിരുന്നു. പക്ഷെ പിന്നെയും പ്രഭുപാദ് ആരെയും കാണാനായിട്ട് അത്ര താല്പര്യം കാണിച്ചില്ല. അപ്പം ഗിരിരാജ് മഹാരാജിന് അതൊരു വിഷമം തോന്നി. പ്രഭുപാദ് ഇവിടെ ഇരുന്നിട്ട് ഇത്രയും ആൾക്കാർ ഈ പുറത്തൊക്കെ ഉണ്ട്, അവർക്കൊക്കെ വന്ന് പ്രഭുപാദിന്റെ കാരുണ്യം കിട്ടണം എന്നുള്ള ഒരാഗ്രഹം ഗിരിരാജ് മഹാരാജിന് തോന്നി. അങ്ങനെ ഗിരിരാജ് മഹാരാജ് വേറൊരു പ്രധാനപ്പെട്ട MP ആണ് രാംജത്ത് മലാനി എന്ന് പറഞ്ഞു. അത് വലിയ ഫേമസ്, നമ്മൾ കേട്ടിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഈ സുപ്രീം കോടതിയിലെ വലിയൊരു അഭിഭാഷകനൊക്കെ ആയിരുന്നു. ഈ 2019 അദ്ദേഹം മരിച്ചത്. അപ്പൊ അദ്ദേഹം അന്ന് യുവാവായിട്ടുള്ള MP ആയിരുന്നു. അപ്പൊ അദ്ദേഹം വന്ന് പ്രഭുപാദിനെ വന്ന് കാണണം എന്ന് ഗിരിരാജ് മഹാരാജിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം റീസെന്റ് ഇലക്ഷൻ ജയിച്ചു വന്നതേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ഈ വോട്ടേഴ്സിന്റെ അടുത്ത് പോയി ഈ താങ്ക്സ് പറയണം, അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിട്ടത്. അതിനുവേണ്ടി അദ്ദേഹം പോകുന്ന സമയത്താണ് ഗിരിരാജ് മഹാരാജിനെ അദ്ദേഹം കണ്ടുമുട്ടുന്നത്. അപ്പം ഗിരിരാജ് മഹാരാജ് ആദ്യം വന്ന് പ്രഭുപാദിനോട് ചോദിച്ചു, ഇങ്ങനെ രാംജത്ത് മലാനി ഇവിടെ വരുന്നുണ്ട്, അദ്ദേഹം വന്ന് പ്രഭുപാദിനെ കണ്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പ്രഭുപാദ് ഓക്കെ പറഞ്ഞു, വരാൻ പറഞ്ഞു. അങ്ങനെ രാംജത്ത് മലാനി പോയി ഗിരിരാജ് മഹാരാജ് കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് വോട്ടേഴ്സിനെ കാണാനായിട്ട് പോകണം. അപ്പം എന്തായാലും ഞാൻ കുറച്ച് സമയം പ്രഭുപാദിനെ കാണാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് രാംജത്ത് മലാനി വന്നു. പക്ഷെ അദ്ദേഹത്തിന് കൃഷ്ണൻ ഈ ലോകത്തിലുണ്ട് അങ്ങനെ ഒരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പൂർണ്ണമായിട്ടുള്ള വിശ്വാസം, നിരീശ്വരവാദിയല്ല, ഒരു എഗണിസ്റ്റ് ആണ്. ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ എന്തായാലും ഈ ലോകമെമ്പാടുമുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ആചാര്യൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം കാണാനായിട്ട് വന്നു. അപ്പൊ ഇദ്ദേഹം വന്നു, ഇരുന്നു, സംസാരിച്ചു. അപ്പൊ പ്രഭുപാദ് നേരത്തെ നോക്കിയപ്പം ഇദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം, ഈ രാംജത്ത് മലാനിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാല് ബോംബെയിലെ ചേരികളിലെല്ലാം ആൾക്കാരെ ഉദ്ധരിക്കണം. ഗാന്ധിജി അവർക്കെല്ലാം ഹരിജനം എന്നൊരു പേര് കൊടുത്തിരുന്നു. ഈ ചേരിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഹരിജനം, ഭഗവാന്റെ ഫോളോവേഴ്സ് എന്നുള്ള രീതിയിലൊരു പേര് ജസ്റ്റ് കൊടുത്തിരുന്നു. അങ്ങനെ അവർക്കെല്ലാവർക്കും ഒരു സ്ഥാനക്കയറ്റം കിട്ടട്ടെ എന്ന് ഉദ്ദേശിച്ചാണ് ഗാന്ധിജി ചെയ്തത്. അങ്ങനെ അപ്പൊ ഈ ഹരിജനങ്ങളെ ഉദ്ധരിക്കണം എന്നുള്ളത് ഈ രാംജത്ത് മലാനിയുടെ ആഗ്രഹമായിരുന്നു ചേരിയിൽ. അപ്പൊ പ്രഭുപാദ് ഇത് മനസ്സിലാക്കി, ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ളത്. പ്രഭുപാദ് സംഭാഷണം തുടങ്ങിയപ്പോൾ തന്നെ പ്രഭുപാദ് പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇവരെ ഉദ്ധരിക്കണമെങ്കിൽ ഇവർക്ക് ഈശ്വരഭക്തി കൊടുത്താലേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതെങ്ങനെ പറ്റും എന്ന് രാംജത്ത് മലാനി ഇങ്ങനെ ചോദിച്ചു. അപ്പം പ്രഭുപാദ് പറഞ്ഞു, നിങ്ങളൊരു വക്കീലാണല്ലോ, അതുകൊണ്ട് ഞാൻ അതിന് പ്രൂഫ് തരാം എന്ന് പറഞ്ഞു. അപ്പം രാംജത്ത് മലാനി അങ്ങനെ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ പ്രഭുപാദ് പറഞ്ഞു, അല്ല, അത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് ജഗായി മതായിയുടെ കാര്യം പറഞ്ഞു. ചൈതന്യ മഹാപ്രഭു ഉണ്ട സമയത്ത് ജഗായി മതായി എത്രയും മോശമായിരുന്നു, അവരെ ചൈതന്യ മഹാപ്രഭു ഉദ്ധരിച്ച കാര്യം പറഞ്ഞു. എന്നിട്ട് പിന്നെ തന്റെ ഈ പ്രസ്ഥാനത്തിന്റെ കാര്യം പറഞ്ഞു. ആദ്യം ശാസ്ത്രത്തിൽ എന്ന് പറഞ്ഞു, പിന്നെ ഇപ്പൊ പ്രസന്റ് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. എത്രയോ ഈ ഉള്ള ഇപ്പോഴത്തെ പ്രഭുപാദിന്റെ ഡിസൈപ്പിൾസ് എല്ലാം മദ്യവും മയക്കുമരുന്നും അവിഹിതമായ ബന്ധങ്ങളും ഒക്കെ ആയിട്ട് നടന്നിരുന്ന വ്യക്തികളാണ്.
അപ്പോൾ അവരെല്ലാം ഇപ്പം ഭക്തന്മാരായിട്ട് അവരുടെ സ്ഥാനം എന്തോ ഉയർത്തിയിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ പ്രഭുപാദ് പറഞ്ഞു. അപ്പം ഇദ്ദേഹം അത് അംഗീകരിച്ചു. ഇദ്ദേഹം പക്ഷെ പറഞ്ഞു, എന്നാലും നമ്മൾ എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഫിസിക്കലായിട്ട് സേവനം ചെയ്യണമല്ലോ. അവരൊത്തിരി കഷ്ടപ്പെടുകയാണ് ഈ ചേരിയിലുള്ളവർ. അവർക്ക് നമുക്ക് ഭക്തി കൊടുത്തവരെ ഉദ്ധരിക്കാം, പക്ഷെ അതിനു മുമ്പേ അവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ പ്രഭുപാദ് അതിന് പക്ഷെ പറഞ്ഞത്, നമുക്ക് എന്താണ് നമ്മുടെ എല്ലാ സഫറിങ്ങിൽ നിന്നുള്ള രക്ഷ എന്താണെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ആരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പ്രഭുപാദ് പറഞ്ഞു, ഒരുപാട് നായ്ക്കൾ വന്ന് ഒരുമിച്ച് കുരച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ എന്ത് ഇതാണ് കിട്ടാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു. നമുക്ക് എത്ര ഒരാളെ ഹെൽപ്പ് ചെയ്താലും ഈ ഭൗതിക ലോകത്തിലെ നിയമങ്ങളുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എത്ര ഒരാളെ ഹെൽപ്പ് ചെയ്താലും മരണം എന്ന് പറയുമ്പോൾ അത് ആ ഹെൽപ്പും പോവും, അയാളും പോവും. ഇന്ദിരാഗാന്ധിയുടെ കാര്യം വെച്ചാണ് പ്രഭുപാദ് തന്നെ പറഞ്ഞത്. അപ്പോൾ എത്ര നമ്മൾ ഒരാൾ ഹെൽപ്പ് ചെയ്താലും ഈ ഭൗതിക ലോകത്തിലെ നിയമങ്ങൾ അത്രയും സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അതിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, അയാൾക്ക് കൂടുതൽ ഹെൽപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പക്ഷെ ഒരാൾക്ക് ഏതാണ് എല്ലാ സഫറിങ്ങിൽ നിന്നുള്ള മോചനം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ഭൗതിക ലോകത്തിൽ നിന്നുള്ള എല്ലാ സഫറിങ്ങിൽ നിന്നുള്ള മോചനം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ ഹി ക്യാൻ ഡു ദ നീഡ്ഫുൾ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്താൽ ഇയാളെ ഈ ഭൗതിക സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയാൾക്ക് ഭക്ഷണവും ഇതൊക്കെ കൊടുക്കുന്നതിൽ അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കാതെ വെറുതെ കൊടുത്തിട്ട് അയാൾക്ക് പൂർണ്ണമായ ഹെൽപ്പ് ആവത്തില്ല എന്നുള്ളത് കാര്യം ശീല പ്രഭുപാദ് പറഞ്ഞു. അപ്പം അദ്ദേഹം അത് അദ്ദേഹത്തിന് ബോധ്യമായി. എന്നിട്ട് അദ്ദേഹം ഇറങ്ങാനായിട്ട് ശ്രമിച്ചു. ഞാൻ പോവാണ്, ഇനി ആൾക്കാരെ കാണാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, എല്ലാം പ്രഭുപാദ് പറഞ്ഞു, പ്രസാദം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, എല്ലാം പ്രഭുപാദ് പറഞ്ഞു, പ്രസാദം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രസാദം എടുത്തിട്ട് കാറിൽ പോയി കഴിച്ചോളാം, എനിക്ക് അപ്പോയിന്റ്മെന്റിന് സമയമായി, ആൾക്കാരെ കാണാനുള്ള. ഇല്ല, അങ്ങനെയല്ല ഭഗവാന്റെ പ്രസാദം ഹോണർ ചെയ്യേണ്ടത്, നമ്മൾ ഇരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം നിർബന്ധിച്ച് അവിടെ ഇരുത്തി അദ്ദേഹത്തിനെ കൊണ്ട് അത് പ്രഭുപാദ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, രാംജത്ത് മലാൻ അങ്ങയുടെ മുമ്പിൽ വെച്ച് എനിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ പ്രഭുപാദ് പറഞ്ഞു, അല്ല, എന്റെ സന്തോഷമാണ് നിങ്ങൾ പ്രസാദം കഴിക്കുന്നത് കാണാൻ, അത് എനിക്ക് സന്തോഷമാണ് നിങ്ങൾ കഴിക്കുന്നത് കാണാൻ കൊണ്ടുവന്ന് ഇങ്ങനെ. എന്നിട്ട് ആ സമയത്ത് അപ്പോൾ അയാൾ പൂർണ്ണമായിട്ട് റിലാക്സ്ഡ് ആയി. അപ്പോൾ ആ സമയത്ത് ഗിരിരാജ് മഹാരാജ് ചോദിച്ചു, ഇദ്ദേഹത്തിന് കൃഷ്ണനുണ്ടോ ഇല്ലയോ എന്ന് സംശയമുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു. പിന്നെ പ്രഭുപാദ് പറഞ്ഞു, എന്തിനാ വെറുതെ സംശയിക്കുന്നത്, ഇത് ഹിസ്റ്റോറിക്കൽ ഫാക്ട് അല്ലേ എന്ന് പറഞ്ഞു. ചരിത്രത്തിലുള്ള കാര്യമാണ്, ഭഗവാനുണ്ട്, കുരുക്ഷേത്രം ഉണ്ട് എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഏകദേശം ഇത്രയും പ്രസാദം കൂടെ കഴിച്ചപ്പോഴത്തേനും അദ്ദേഹത്തിന് നല്ലൊരു ഹാപ്പി ആയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാം. പ്രഭുപാദ് ഗിരിരാജ് മഹാരാജിനോട് പറഞ്ഞു, എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിനോട് പറയണം എന്ന് പറഞ്ഞിട്ട് അവര് ഹാപ്പി ആയിട്ട് ഇറങ്ങി.